Good morning students. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ്. +1 പഠിക്കുന്ന കുട്ടികളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു പോർഷനാണ് ഈ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മളിത് തുടങ്ങുകയാണ്. അപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് ദ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഓക്സിജൻ ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സബ്സ്റ്റൻസുകളുണ്ട്. അതുപോലെ ന്യൂട്രിയൻസിനെയും ഓക്സിജൻ്റെയും ഒക്കെ ഒരു മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടായിട്ടാണ് ബോഡി ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത്. ബോഡി ഫ്ലൂയിഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഓഫ് ഈച്ച് സെല്ലാണ് വരുന്നത്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിന് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്ലഡ്, ലിംഫ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡൊക്കെയാണ്. അപ്പം ബ്ലഡാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഹയർ ഓർഗാനിസത്തിൽ യൂസ് ചെയ്യപ്പെടുന്ന ബോഡി ഫ്ലൂയിഡ്. ലിംഫുണ്ട്. ആ ലിംഫ് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? പ്രോട്ടീൻ, ഫാറ്റ് പോലെയുള്ള ചില വസ്തുക്കളെയാണ് ലിംഫ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി ബ്ലഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ ബ്ലഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണല്ലേ. പ്ലാസ്മയുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് കോർപ്പസൽസും കൂടെ കൂടിച്ചേർന്നതാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഒരു 30 to 35% എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് ഫോം ചെയ്യുന്നത്. ഇത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് ബ്ലഡ്. ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡാണ്. അതിൻ്റെ pH എന്ന് പറയുന്നത് 7.4 ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ബ്ലഡ് എന്താണെന്ന് ഓർക്കുക. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിൽ പ്ലാസ്മയും വരുന്നുണ്ട്, ബ്ലഡ് കോർപ്പസൽസും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് 7.4 ആണ്. ബ്ലഡിനെ ഇനി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബ്ലഡിൽ ഫോംഡ് എലമെൻസും ഉണ്ട്, പ്ലാസ്മയും ഉണ്ട്. ഫോംഡ് എലമെൻസിൽ വരുന്നതാണ് എറിത്രോസൈറ്റ്, ലൂക്കോസൈറ്റ്, ത്രോംബോസൈറ്റ്സ്. പ്ലാസ്മയിൽ വരുന്നതാണ് വാട്ടർ, പ്രോട്ടീൻ, മിനറൽ അയോൺസ് എന്നിവയൊക്കെ. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോംഡ് എലമെൻസിനെ പറ്റിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.